ഓക്കെ, ഹലോ എവരി വൺ. MMBC 12ലേക്ക് നമ്മൾ വരുവാണ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഓക്കെ, വളരെ കളർഫുള്ളായിട്ടുള്ളൊരു തുടക്കമാണ് കാണുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് പറയാറുള്ളത്. കോർ കോമ്പറ്റൻസീസ് എന്ന് വെച്ചാൽ എന്താണ്, മിഷൻ എന്ന് വെച്ചാൽ എന്താണ്, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്താണ്, ഇതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, എത്ര ബ്ലോക്ക് ഉണ്ട്? 4 ബ്ലോക്കുകൾ. വെരി ഗുഡ്. ബ്ലോക്ക് 1 പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. എന്താണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്ലാൻ തന്നെയാണ് സ്ട്രാറ്റജി എന്നും പറയുന്നത്. പക്ഷേ ഈ പ്ലാൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മളുടെ ഗോളിലേക്ക്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഗോളിലേക്ക് എങ്ങനെ പോകുന്നുള്ള കൃത്യം ആക്ഷൻസ് സഹിതം, എന്തൊക്കെ ചെയ്താണ് നമ്മൾ ഗോളിലേക്ക് എത്തുന്നത് എന്ന് കൃത്യം ആക്ഷൻസ് സഹിതം പറയുന്ന ഒരു പ്ലാനിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. ആ സ്ട്രാറ്റജിക്കകത്ത് ഉണ്ടാവും എങ്ങനെ അവിടെ എത്തണമെന്ന് കൃത്യം ഒരു ഐഡിയ ഉണ്ടാവും. അല്ലാതെ ഇതാണ് എൻ്റെ ഗോൾ, എനിക്കിപ്പോൾ 1 മാസം കൊണ്ട് 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നല്ല പറയുന്നത്. മറിച്ച് ഞാൻ ഇന്ന വഴി കൂടെ പോയി ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഇന്ന നഷ്ടങ്ങൾ സഹിച്ച് ഇത്ര ദിവസം പാടുപെട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ പറഞ്ഞ 1 ലക്ഷം രൂപയുടെ സെയിൽസ് അച്ചീവ് ചെയ്യുമെന്ന് പറയും. അതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജിയുടെ ഫ്രെയിം വർക്ക് എന്താണ്? ആ സ്ട്രാറ്റജിക്കകത്ത് വിഷൻ ഉണ്ടാവാം, മിഷൻ ഉണ്ടാവാം. വിഷനും മിഷനും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും മാനേജ്മെൻറ്റിലത് ചോദിക്കുന്ന സാധനമാണ്. വിഷൻ എന്ന് പറയുന്നത് ലോങ് ടേം ഗോളാണ്. നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ബിസിനസ് മൊത്തത്തിൽ എന്ത് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഞാനൊരു ഹോസ്പിറ്റൽ തുടങ്ങുകയാണെങ്കിൽ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു സാധനമായി മാറുക എന്നുള്ളതായിരിക്കാം. ഇല്ലെങ്കിൽ എന്താ, ഇപ്പം ഞാനൊരു ഫുഡ് പ്രൊഡക്ഷൻ ഇത് തുടങ്ങുന്നു, ഒരു ഫുഡ് പ്രൊഡക്ഷൻ്റെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എൻ്റെ വിഷൻ എന്ന് പറയുന്നത് ലോകത്ത് പട്ടിണി ഇല്ലാത്തൊരു ലോകം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കാം. പക്ഷേ മിഷൻ അങ്ങനെയല്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത്, ഇമീഡിയറ്റ് പർപ്പസ് എന്നാണ് എൻ്റെ ബിസിനസ്സിൻ്റെ, നല്ലൊരു പ്രൊഡക്റ്റ് മുന്നിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു ഇന്നോവേഷൻ കാഴ്ചവെക്കുക, അങ്ങനെ എന്തോ ആവാം മിഷൻ എന്ന് പറയുന്നത്. വിഷൻ ലോങ് ടേം ഗോളാണ്. എനിക്ക് എൻ്റെ ബിസിനസ് അങ്ങ് ഫ്ലറിഷ് ചെയ്ത് അതിൻ്റെ ഉന്നതിയിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിനാണ് വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സ്ട്രാറ്റജി എന്താണ്? എക്സ്റ്റേണൽ എൻവയൺമെൻറ്റൽ അനാലിസിസ്. എൻവയൺമെൻറ്റ് എന്ന് പറയുമ്പോൾ കൊമേഴ്സ് മാനേജ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് പ്രകൃതി തന്നെയായിരിക്കും. പ്രകൃതി അല്ല മക്കളെ ഉദ്ദേശിക്കുന്നത്. എൻവയൺമെൻറ്റ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സറൗണ്ടിങ് ആണ്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഫാക്ടേഴ്സ് എഫക്റ്റിങ് അസ്, നമ്മളെ ബാധിക്കുന്ന എന്നാൽ നമുക്ക് വലിയ കൺട്രോൾ ഇല്ലാത്തതും കൺട്രോൾ ഉള്ളതുമായ കാര്യങ്ങൾ. പക്ഷേ നമ്മളല്ല, ബട്ട് നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അങ്ങനത്തെ ഫാക്ടേഴ്സിനാണ് എന്താണെന്ന് വിളിക്കുന്നത്, എൻവയൺമെൻറ്റ് എന്ന് വിളിക്കുന്നത്. എൻവയൺമെൻറ്റ് എന്താവാം, എക്സ്റ്റേണലും ആവാം, ഇൻറ്റേർണലും ആവാം. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ എൻവയൺമെൻറ്റ്, ആ ഫാക്ടേഴ്സ് എഫക്റ്റിങ് അസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ നമ്മളെ ബിസിനസ്സിനെ എന്തായാലും ബാധിക്കുന്ന കാര്യമാണ്. എന്നും പറഞ്ഞ് നമുക്കിഷ്ടമുള്ള രീതിയിൽ ഗവൺമെൻറ് തീരുമാനം എടുക്കാമെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ നമ്മളെ ബാധിക്കുന്നതും എന്നാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുമായ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളുടെ ടോട്ടാലിറ്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ് എന്ന് വിളിക്കുന്നത്. അതേപോലെ എന്തുണ്ട്, നമ്മളെ ബാധിക്കുന്നതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലേ? ഇല്ലെങ്കിൽ എന്തെന്ന് പറയാം, നമ്മുടെ എംപ്ലോയീസിൻ്റെ ഒരു പോളിസി, എംപ്ലോയീസ് ഇന്ന കാര്യങ്ങളെ ചെയ്യാവൂ, ഇന്ന ചെയ്യാൻ പാടില്ല എന്നൊരു പോളിസി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലേ? അതൊക്കെ നമ്മളെന്താണ്, ഇൻറ്റേർണൽ ഫാക്ടറിൽ വരുന്നതാണ്. ഇനി കോമ്പറ്റേറ്റീവ് അനാലിസിസ് പേര് പറയുന്ന പോലെ തന്നെ നമ്മുടെ റൈവൽസ്, നമ്മുടെ എതിരാളികൾ അവരെന്തൊക്കെ ചെയ്യുന്നു, അവരെന്തൊക്കെ അപ്രോച്ച് എടുക്കുന്നു, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതാണ് കോമ്പറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജി, 3 ലെവൽ ഓഫ് സ്ട്രാറ്റജി ഉണ്ട്. ബിസിനസ് ലെവൽ സ്ട്രാറ്റജി ഉണ്ട്, ഏറ്റവും താഴെത്തട്ടിൽ കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി ഉണ്ട്, ഏറ്റവും മുകളിൽ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി ഉണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അവസാനത്തെ ബ്ലോക്കിലാണ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോളിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ പ്ലാനിങ്ങിൻ്റെ അകത്ത് എന്ത് പറയും, ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നു, പ്ലാൻ ചെയ്ത സാധനത്തിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, ഇംപ്ലിമെൻ്റ് ചെയ്തതിന് എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, കൺട്രോൾ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി അതിനെ തിരുത്തി പുതിയ പ്ലാൻ ഉണ്ടാക്കുന്നു, വീണ്ടും അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, അതിലും വീണ്ടും കൺട്രോൾ ചെയ്യുന്നു. കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശത്തിൽ പിടിച്ചു നിർത്തുക എന്നൊരു അർത്ഥമുണ്ട്. എന്നാൽ അതല്ല ഇവിടെ പറയുന്നത്. കൺട്രോളിങ് എന്ന വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ടു മേക്ക് ഷുവർ എന്താണ്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെയാണോ കാര്യങ്ങൾ പോകുന്നത്. അത് മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ എന്താണ്, ആക്ച്വൽ ഔട്ട്കം മൈനസ് ഔട്ട്കം എക്സ്പെക്റ്റഡ്. ഇതാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ
കിട്ടിയതും നമ്മൾ പ്രതീക്ഷിച്ചതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഉണ്ടെങ്കിൽ, വ്യത്യാസം ഉണ്ടാവണമെന്നില്ല, ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, കൺട്രോളിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇംപ്ലിമെൻറ്റേഷൻ, കോർപ്പറേറ്റ് ഗവർണൻസ്, കൺട്രോൾ, ഇവാലുവേഷൻ. കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന വാക്കിനൊരു പ്രത്യേകത ഉള്ളത്, വെറുതെ കോർപ്പറേറ്റിനെ നിയന്ത്രിക്കുക എന്നുള്ളതല്ല കോർപ്പറേറ്റ് ഗവർണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ഗുണകരമാകുന്ന രീതിയിൽ, അത് പബ്ലിക്കിനായിരുന്നാലും ശരി, നമ്മുടെ കമ്പനിക്കകത്തുള്ളവർക്കായിരുന്നാലും ശരി, എല്ലാവർക്കും ഗുണകരമാകുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പിന്നെ പരിപാടി ചെയ്യുക എന്നുള്ളതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല അത്യാവശ്യം നല്ല കോൺസെപ്റ്റുകളൊന്നും വലിയ പാടില്ല, ബാക്കിയുള്ള ബിസിനസ് ലോയെ കുറിച്ച് നോക്കുമ്പോൾ വലിയ പാടില്ല. സ്റ്റിൽ അത്യാവശ്യം ഡെപ്ത് ഉണ്ട്, വെറും തിയറികളല്ല പഠിക്കാനുള്ളത്. ഓക്കെ, എന്തായാലും ഡെപ്തിൽ നോക്കി പോവാം, എന്തുണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.